ആവർത്തന പുസ്തകം 34 അധ്യായം. ബാരക്കുമോർ. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്നു യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാ മുകളിൽ കയറി യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നെഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെയും മനശ്ശെയുടെയും ദേശവും പടിഞ്ഞാറെ കടൽ വരെ യഹൂദാ ദേശമൊക്കെയും തെക്കേ ദേശവും ഏന്ത നഗരമായ യെരീഹോവിന്റെ താഴ്വീതിയിൽ മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുന്നു സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാൻ അതോ നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്കു കടന്നു പോകുകയില്ല എന്നു യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്തു വെച്ചു മരിച്ചു. അവനെ മോവാബ് ദേശത്തു ബേത്പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കിയും, എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴി സ്ഥലമാരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവനു 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണു മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞ വിലാപകാലം തികഞ്ഞു. നിന്റെ മകനായ യോശുവയുടെ മോശ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ടു ഞാൻ അഥവാ പൂർണ്ണനായി തീർന്നു. യഹോവ മോശയ്ക്ക് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. എന്നാൽ മിസ്രയീം ദേശത്തു ഫറവോനോടും അവന്റെ സകല പുത്രന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാം ഇസ്രായേലിലും കാണുകെ മോശ പ്രവചിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേൽ പിന്നെ ഉണ്ടായിട്ടില്ല. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.